ഞാൻ ഹോസ്റ്റലിൽ വന്നിട്ട് 2-ാം വർഷം. ഫ്രഷേഴ്സ് വരുന്നതുകൊണ്ട് ഞങ്ങളെ മാറ്റാൻ മാനേജ്മെൻറ്റ് തീരുമാനിച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കാത്തിരുന്ന ദിവസം. ഈ ജയിലിലെ വാസം തീരാൻ പോവാണല്ലോ. പുതിയ ഹോസ്റ്റൽ കോളേജിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരെയാണ്. വാർഡനില്ല, നിയന്ത്രിക്കാൻ ആരുമില്ല. സത്യം പറഞ്ഞ ഒരു ലോഡ്ജ് പോലെ. ബാംഗ്ലൂരിൽ വന്നിട്ട് മര്യാദയ്ക്ക് ബാംഗ്ലൂർ കണ്ടിട്ട് പോലുമില്ല. ഈ പ്രാവശ്യം ആ ക്ഷീണം അങ്ങ് മാറ്റണം. ഞങ്ങൾ സാധനങ്ങളുമായിട്ട് പുതിയ ഹോസ്റ്റലിലേക്ക് തിരിച്ചു. ഈ ഹോസ്റ്റൽ പണിഞ്ഞിട്ട് 1 വർഷം ആകുന്നതേ ഉള്ളൂ. പക്ഷേ കണ്ട ഒരു ഭാർഗവി നിലയം പോലെ തോന്നുന്നു. ഞങ്ങൾ ഹോസ്റ്റലിൽ ചെന്നിട്ട് റൂമിൽ സാധനങ്ങൾ വെച്ചു. ജനലിനടുത്ത് ചേർത്തിട്ട ബെഡാണ് എനിക്ക് കിട്ടിയത്. ഞാൻ കട്ടിലിൽ കിടന്ന് പുറത്തേക്ക് നോക്കി. നേരെ ഒരു 5 നില കെട്ടിടം. കുറേ നാളായി അത് പൂട്ടിക്കിടക്കുകയാണ്. ആ കെട്ടിടം കണ്ട ആർക്കായാലും ഒരു പേടി തോന്നും. അന്ന് രാത്രി പവർ കട്ടായതുകൊണ്ട് ആരുടെ ഫോണിലും ചാർജ് ഉണ്ടായിരുന്നില്ല. ഈ ജനലിൽ ഉറപ്പിച്ചിരുന്നൊരു മെഴുകുതിരി ഞാൻ കണ്ടത്. തീപ്പെട്ടിയും ഉണ്ട്. എന്നാൽ ഓജോ ബോർഡ് കളിക്കാം. ഞാൻ എല്ലാവരെയും വിളിച്ചു. പക്ഷേ ആരും വന്നില്ല. ശരി, ഞാൻ തന്നെ കളിക്കാം. ആരും താമസമില്ലാത്തൊരു റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്ത് ഞാൻ പേപ്പർ വിരിച്ച് ഓജോ ബോർഡ് ടേബിളിൽ നിവർത്തി വെച്ചു. നാണയവും വെച്ച് മെഴുകുതിരിയും കത്തിച്ച് ഞാൻ പറയാൻ തുടങ്ങി, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കവേ പെട്ടെന്ന് മെഴുകുതിരി അണഞ്ഞ്. എനിക്ക് പതിയെ പേടിയാവാൻ തുടങ്ങി. പെട്ടെന്ന് നാണയം എൻ്റെ കയ്യിൽ നിന്ന് തെന്നിമാറി. സത്യം പറഞ്ഞാൽ ഞാൻ അലറാൻ പോലും പറ്റാതെ നിന്നുപോയി. പിന്നെ എനിക്ക് ബോധം വരുന്നത് പിറ്റേ ദിവസമാണ്. ഞാൻ നോക്കി, നാണയമൊന്നും അനങ്ങിയിട്ടില്ല. തോന്നിയായിരിക്കും. ഞാൻ തിരികെ ഇറങ്ങി. എല്ലാവരും കോളേജിൽ പോയി. ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ. ചാർജ് ചെയ്യാൻ വെച്ച മൊബൈലിൽ നോക്കി. ഫുൾ ചാർജ് ആയിട്ടുണ്ട്. പിന്നെ പതിവ് പോലെ റീൽസ് തോണ്ടിക്കൊണ്ടൊക്കെ സമയം കളഞ്ഞു. ഈ സമയം താഴെ ഫുഡ് വന്ന വിസിൽ കേട്ട് ഞാൻ താഴെ ഇറങ്ങി. ഫുഡ് വിളമ്പാൻ വന്ന അണ്ണൻ എന്നോട് ചോദിച്ചു, നിൻ്റെ മുഖത്തെന്ത് പറ്റി? ഞാൻ മുഖത്ത് തൊട്ട് നോക്കി. രക്തം. ഞാൻ വേഗം പോയി മുഖം കഴുകി. വലിയ മുറിവൊന്നുമല്ല. പക്ഷേ ഈ മുറിവ് രാവിലെ ഇല്ലായിരുന്നല്ലോ. ഇതെങ്ങനെ പറ്റി? ഞാൻ ചിന്തിച്ചു. രാത്രി എല്ലാവരും ഉറങ്ങാൻ കിടന്നു. ഞാനും. ഏകദേശം 2 മണിയായിട്ടുണ്ടാവും. എനിക്ക് പതിയെ ബോധം വന്നു. ഞാൻ ജനാല വഴി പുറത്തേക്ക് നോക്കി. പൂട്ടിക്കിടക്കുന്ന ആ ബിൽഡിങ്ങിൽ ഒരു വെളിച്ചം. ഞാൻ സൂക്ഷിച്ചു നോക്കി. എന്തോ സീസോ പോലെ ആടുന്നു. ഞാൻ കണ്ണ് തിരുമ്മി. പിന്നെ ഞാൻ സൂക്ഷിച്ചു നോക്കി. അവിടെ കണ്ട കാഴ്ച അതെന്നെ ലിറ്ററലി കൊന്നു കളഞ്ഞു. ആ തൂങ്ങിയാടുന്നത് ഒരു മനുഷ്യനാണ്. കുരുക്കിട്ട് അയാൾ ആത്മഹത്യ ചെയ്തതാണ്. അയാളുടെ ശവമാണ് ആ തൂങ്ങിയാടുന്നത്. എനിക്ക് വേറെന്തെങ്കിലും ചിന്തിച്ച് ഇഗ്നോർ ചെയ്ത് കളയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ റൂമിലുള്ളവരോട് കാര്യം പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അവിടെ വെളിച്ചമൊന്നുമില്ല. അവർ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ടും ഞാൻ അവരെ തടഞ്ഞു. നേരം വെളുക്കും വരെ ഒന്ന് കാത്തിരിക്കാൻ ഞാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾ തന്നെ ആ ബിൽഡിംഗ് മുഴുവൻ പോയി അന്വേഷിച്ചു. അവിടെ ഒരു ബോഡിയും ഇല്ല, ഒരു ലൈറ്റും ഇല്ല. വെറുതെ സ്വപ്നം കണ്ട് മനുഷ്യനെ പറ്റിക്കാം, പോടാ. പക്ഷെ അത് സ്വപ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും റിയലായ സ്വപ്നമോ? എൻ്റെ കൂട്ടുകാർ അതിന് എക്സ്പ്ലനേഷൻ തന്നു. ഈ ലൂസിഡ് ഡ്രീമിങ്, ആസ്ട്രൽ പ്രൊജക്ഷൻ, സ്ലീപ്പ് പാരാലിസിസ് എന്നൊക്കെ പറഞ്ഞ് അവർ അതിനെ ശാസ്ത്രീയമായി തെളിയിക്കാൻ ശ്രമിച്ചു. ഞാനും പതിയെ വിശ്വസിച്ചു അത് വെറും സ്വപ്നമാണ്. കുറച്ച് ദിവസത്തേക്കിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മാനേജ്മെൻറ്റിനോട് ഹോസ്റ്റൽ മാറ്റി തരുമോ ചോദിച്ചു. പിന്നീട് അതിൻ്റെ ഒരു നീക്കുപോകൊന്നും ഉണ്ടായില്ല. എല്ലാ ഹോസ്റ്റലും ഫുള്ളായിരുന്നു. പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും അത് വിട്ടു. പക്ഷേ പ്രശ്നങ്ങൾ അവിടെ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ.